إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له حسنا بخير كتاب أنزل وأكرمنا بخير نبي أرسل وجعلنا بالإسلام نأمرون بالمعروف وننهى عن المنكر ونؤمن بالله وأشهد أن أسوتنا وإمامنا ومعلمنا وقاعدنا محمدا عبد الله ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون ولو كره الكافرون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وخير الأمور عوازمها وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولو شئنا لرفعناه بها ولكنه أخلد إلى الأرض واتبع هواه فمثله كمثل الكلب إن تحمل عليه يلعث أو تتركه يلعث ذلك مثل القوم الذين كذبوا بآياتنا فاقصص القصص لعلهم يتفكرون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين الحمد لله رب العالمين. എത്രയും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മിൽ നിന്ന് ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ടാകും. രഹസ്യവും പരസ്യവുമായതും അറിഞ്ഞും അറിയാതെ ചെയ്തതുമായ ഒരുപാട് വീഴ്ചകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം പുറത്തു നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഈ ഭവനത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിലും നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികളെ, വളരെ ഗൗരവത്തിൽ നാം മനസ്സിലാക്കേണ്ടതും നാം വേണ്ടത്ര ഗൗരവം നൽകാത്തതുമായ ഒരു വിഷയമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ ഖുതുബയിൽ സൂചിപ്പിക്കുന്നത്. അതിനാൽ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി പള്ളിയിൽ ഇരിക്കേണ്ട എല്ലാ മര്യാദകളും പാലിച്ച് ജുമാ ഖുതുബയാണ് കേൾക്കുന്നത് എന്ന ബോധ്യത്തോടു കൂടി ഖുതുബ ശ്രവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കാര്യങ്ങൾ യഥാവിധി പറഞ്ഞു തരാൻ എനിക്കും അതിൽ നിന്ന് പാഠങ്ങൾ സ്വീകരിക്കാൻ നമുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഖുതുബയുടെ ആമുഖത്തിൽ ഓതിയ സൂറത്തുൽ അൻഫാലിലെ 176 ആയത്ത്, സൂറത്തുൽ അഅറാഫിലെ 176 ആയത്ത്,
ഒരു മനുഷ്യന്റെ ഉപമയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ആ മനുഷ്യനെ അല്ലാഹു ഉപമിച്ചിരിക്കുന്നത് ഒരു നായയോടാണ്, ഒരു പട്ടിയോടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലൗ ശഅന, ഞാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവനെ നാം ഉന്നതിയിൽ എത്തിക്കുമായിരുന്നു, അവന് ഞാൻ ഭൂമിയിൽ വേണ്ടത്ര വിഭവങ്ങൾ നൽകുമായിരുന്നു. പക്ഷെ അവൻ അതിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞു പോയി. അവൻ അവന്റെ ഇച്ഛയെ പിൻപറ്റി. അപ്പോൾ അവന്റെ ഉപമ അവന്റെ ഉപമ നായയോടാണ്, നായയെ പോലെയാകുന്നു. നീ അതിനെ ആക്രമിച്ചാൽ, ആ നായയെ ആക്രമിച്ചാൽ അത് നാവ് തൂക്കിയിടും. നീ അതിനെ വെറുതെ വിട്ടാലും അത് നാവിങ്ങനെ തൂക്കിയിട്ട് നടക്കും. ഇത് നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചവരുടെ ഉപമയാണ്. അതിനാൽ ഈ കഥ ഈ കഥ നീ വിവരിച്ചു കൊടുക്കുക. അല്ല അല്ലഹും യതഫക്കറു, ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതില് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ആരാണ് എന്ന് പരിശുദ്ധ ഖുർആനോ ഹദീസുകളിലോ വ്യക്തമല്ല. പക്ഷെ എല്ലാം അറിഞ്ഞിട്ടും തന്റെ ഇച്ഛയെ പിൻപറ്റിയ ഒരു മനുഷ്യനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉപമിക്കുന്നത്. ആ മനുഷ്യന്റെ ഉപമ ഒരു നായയെ പോലെയാണ്. എന്താണ് നായയെ ഉപമിക്കാനുള്ള കാരണം? നമുക്കറിയാം, നായ നടക്കുന്നത് അതിന്റെ നാവ് ഇങ്ങനെ നിലത്തേക്ക് താഴ്ത്തിയിട്ടാണ്. ഏത് നേരവും എന്തെങ്കിലും തനിക്ക് കിട്ടണമെന്ന ആർത്തിയോടുകൂടി നടക്കുന്ന ഒരു ജീവിയാണ് നായ എന്നത്. നമ്മളൊരു കല്ലെടുത്ത് എറിഞ്ഞാല് ആ നായ വിചാരിക്കാതെ നമ്മൾ എറിഞ്ഞു കൊടുക്കുന്ന റൊട്ടി കഷ്ണമോ അല്ലെങ്കിൽ എല്ലിന്റെ കഷ്ണമോ ആണെന്ന് വിചാരിച്ച് ആ നായ ആ കല്ലിനെ പോയൊന്ന് നക്കി നോക്കും. അത് മാത്രമല്ല, നായയുടെ ഏറ്റവും വലിയ ആഗ്രഹം തന്റെ ലൈംഗികമായ സുഖം അതെങ്ങനെയെങ്കിലും തീർക്കണമെന്നുള്ളതാണ് നായയുടെ പ്രത്യേകത. കഴിഞ്ഞില്ല, നായ എന്നത് തനിക്ക് കിട്ടിയ വിഭവം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരു ജീവിയാണ്. ഒരു ശവം അല്ലെങ്കിൽ ഒരു മാംസകഷ്ണം അതിൻ്റെ അടുക്കലുണ്ട് എങ്കിൽ അത് മുഴുവൻ ഒറ്റക്ക് തിന്നും, തന്റെ കൂടെയുള്ള ആളുകൾക്കൊന്നും കൊടുക്കൂല. ഒരു മനുഷ്യനോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ സാദൃശ്യപ്പെടുത്തിയത്. ആധുനിക കാലഘട്ടത്തിൽ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സമാനമായ മനുഷ്യന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ആശയത്തെ കുറിച്ചാണ്. ഇതുപോലുള്ള ഒരു ആശയത്തെ പേറി നടക്കുന്ന ഒരു സമുദായത്തെ അല്ലെങ്കിൽ ഒരു ജനതയാണ് ഇന്നത്തെ ന്യൂ ജനറേഷൻ തലമുറ എന്ന് പറയുന്നത്. അതിനെ വ്യക്തമായി പറയുകയാണെങ്കിൽ അതിന് പറയാൻ പറ്റുന്ന പേരാണ് ലിബറലിസം എന്നത്. എനിക്ക് ഒന്നിന്റെയും അതിരുകൾ വേണ്ട, ഞാൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ എൻ്റെ ഇഷ്ടത്തിനും എൻ്റെ താല്പര്യത്തിനും എൻ്റെ ഇച്ഛക്കുമനുസരിച്ച് എൻ്റെ ജീവിതം കൊണ്ടുപോകണം. ഇതാണ് അടിസ്ഥാനപരമായി ലിബറലിസം മുന്നോട്ട് വെക്കുന്ന ആശയം. എല്ലാം ഞാൻ, ആ നായ എങ്ങനെയാണോ ജീവിക്കുന്നത്, ഈ ഭൗതിക ലോകത്തെ എല്ലാ സുഖങ്ങളും എനിക്കിങ്ങനെ ആസ്വദിക്കണം, ലൈംഗികമായ എല്ലാ സുഖങ്ങളും എനിക്കിങ്ങനെ അനുഭവിക്കണം, അതിന് ബൗണ്ടറി നിശ്ചയിക്കാൻ പാടില്ല. ആരെ വേണമെങ്കിലും എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് അങ്ങോട്ട് ഭോഗിക്കാം, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം. നമുക്കറിയാവുന്നതാണ്, LGBTQ+ ആണ്. മൃഗങ്ങളെ വരെ എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് ഭോഗിക്കാൻ കഴിയുന്ന രൂപത്തിൽ എനിക്ക് ജീവിക്കണം. ഇതാണ് ലിബറലിസം എന്ന് പറയുന്ന ആശയം. ഈ
സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ ഇടപെടുന്ന ഏതൊരാശയത്തെയും, അത് മതമായിക്കോട്ടെ, മറ്റു ധാർമ്മികമായ ഏത് മൂല്യങ്ങളായിക്കോട്ടെ, അതിനൊന്നും എൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥാനവും ഇല്ല എന്ന് പറയുന്ന ആശയമാണ് യഥാർത്ഥത്തിൽ ലിബറലിസം എന്ന് പറയുന്ന ആശയം. എല്ലാവരും ശ്രദ്ധയോടുകൂടി കേൾക്കണമെന്ന് ഞാൻ പറയുന്നത് ഖുതുബയുടെ ഭാഗമാണ്. ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കുക എന്ന് പറയുന്നത് വിഷയം കുറച്ച് മനസ്സിലാകാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് വളരെ ശ്രദ്ധയോടുകൂടി ഖുതുബ ശ്രവിക്കണം. ഈ ലിബറലിസം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളിൽ 3 അടിസ്ഥാനങ്ങളാണ് ലിബറലിസം എന്ന് പറയുന്ന ഈ സംഗതി ലോകത്തോട് പഠിപ്പിക്കുന്നത്. ഒന്ന് ഹെഡോണിസമാണ്. ഹെഡോണിസം എന്ന് പറഞ്ഞാല് സന്തോഷം നൽകുന്ന സിദ്ധാന്തം എന്നാണ് അതിന് മലയാളത്തിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. സുഖം നൽകുന്ന കാര്യങ്ങൾ ചെയ്യാം, സുഖമല്ലാത്ത കാര്യങ്ങളെക്കാൾ തെറ്റാണ്. സുഖം നൽകുന്ന എന്തും എനിക്ക് ആസ്വദിക്കാം, അത് അനുഭവിക്കാം, അത് ചെയ്യാം എന്ന് പറയുന്ന ഒരു ആശയമാണ് ഹെഡോണിസം എന്ന് പറയുന്നത്. ഒരു 10 പേർ ചേർന്നിട്ട് ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്താൽ ആ 10 പേർ അനുഭവിക്കുന്ന സുഖം, അതാണ് ശരി. ആ ഒരു പെൺകുട്ടി അനുഭവിക്കുന്ന വേദന, അത് ശരിയല്ല. ആ 10 പേര് അനുഭവിക്കുന്ന സുഖമാണ് ശരി എന്ന് പറയുന്ന ഒരു ആശയമാണ് ഹെഡോണിസം എന്ന് പറയുന്നത്. ഒരു പെൺകുട്ടിയുടെ ഉദാഹരണങ്ങൾ പറയുന്നതാണ്. ഒരു പെൺകുട്ടിയുടെ നഗ്നത ഫോട്ടോ എടുത്ത് മുഖം മറച്ചു വെച്ച് അതേ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച് കോടിക്കണക്കിന് ആളുകൾ കാണുന്നത് വഴി അവർക്കുണ്ടാകുന്ന സുഖം, അവരനുഭവിക്കുന്ന സുഖം, മറ്റു സ്ഥലത്ത് ആ പ്രതിസ്ഥാനത്ത് അല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന പെൺകുട്ടി അനുഭവിക്കുന്ന വേദനയല്ല. ഇതാണ് ഹെഡോണിസം എന്ന് പറയുന്നത്. രണ്ടാമത്തത് യൂട്ടിലിറ്റേറിയനിസം ആണ്. അഥവാ പരമാവധി സുഖം ആസ്വദിക്കാം. അതായത് ഇപ്പോൾ ന്യൂ ജനറേഷൻ പെൺകുട്ടികളൊക്കെ തീരുമാനം എടുക്കുന്നുണ്ട്, ഞങ്ങൾ വിവാഹം കഴിക്കണില്ല, കാരണം ഞങ്ങൾക്ക് പ്രസവിക്കാൻ വയ്യ. ഗർഭം 10 മാസം ഒരു കുഞ്ഞിനെ വയറ്റില് ഗർഭം ധരിച്ച് നടക്കാൻ ഞങ്ങളെ കൊണ്ട് വയ്യ. അത് കഴിഞ്ഞ് പ്രസവിച്ചു കഴിഞ്ഞിട്ട് ഈ കുട്ടിയെ നോക്കണം. രാത്രിയൊക്കെ കുട്ടികൾക്ക് ഉറങ്ങാതിരുന്ന് കരയും. ഇതിനൊന്നും ഞങ്ങൾക്ക് വയ്യ. ഞങ്ങൾക്ക് വലുത് ഞങ്ങൾക്ക് സുഖമായി കിടന്നുറങ്ങണം. കുടുംബം വേണ്ട, ഞങ്ങൾക്ക് പരമാവധി സുഖം ആസ്വദിച്ച് ഭർത്താവും അല്ലെങ്കിൽ ഭാര്യയും ഇല്ലാതെ ലിവിങ് ടുഗദർ, ഒരു പാർട്ട്ണർഷിപ്പ്, കോ ലിവിങ് എന്നൊക്കെ പറയുന്ന രൂപത്തിൽ ഞങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ മതി, അങ്ങനെ ആസ്വദിച്ചാൽ മതി. മക്കളെ നോക്കാനും ഈ കുടുംബം എന്ന് പറയുന്ന സംവിധാനത്തെ കൊണ്ടു നടക്കാനും ഒന്നും ഞങ്ങൾക്ക് വയ്യ. ഇങ്ങനെയുള്ള ഒരു സിദ്ധാന്തം, ഇങ്ങനെയുള്ള ഒരു ചിന്തയാണ് യൂട്ടിലിറ്റേറിയനിസം. ഇത് ലിബറലിസം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളാണ്. മൂന്നാമതായി ലിബറലിസം പറയുന്ന വളരെ അപകടകരമായ ഒരു സംഗതി ഹാം പ്രിൻസിപ്പിൾ ആണ്. എന്റെ കാര്യത്തിൽ ഒരാൾക്കും ഇടപെടാൻ അനുവാദമില്ല. അതൊരു മതമായാലും, എൻ്റെ വാപ്പയായാലും, എൻ്റെ ഉമ്മയായാലും, എൻ്റെ സഹോദരന്മാരായാലും, എന്റെ കാര്യത്തിൽ ഇടപെടാൻ ഒരു മനുഷ്യനും അധികാരമില്ല. എനിക്കെന്താണോ തോന്നുന്നത് അത് എനിക്ക് തോന്നിയ പോലെ ചെയ്യാം. ഇതാണ് ഹാം പ്രിൻസിപ്പിൾ എന്ന് അറിയപ്പെടുന്നത്. ഈ 3 അടിസ്ഥാനങ്ങളാണ് ലിബറലിസം എന്ന് പറയുന്ന വളരെ അപകടകരമായിട്ടുള്ള ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത്. ഈ ആശയത്തെ ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്നത്തെ ആധുനിക അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ എന്ന് പറയപ്പെടുന്ന വിദ്യാർത്ഥികളടക്കം പേറിക്കൊണ്ട് നടക്കുന്നത്. നമുക്കറിയാം, നമ്മൾ പല കോളേജുകളിലേക്കും, കേരളത്തിലെ കോളേജുകളിലേക്ക് കയറിക്കഴിഞ്ഞാൽ പല ഫ്ലെക്സുകളും കാണാം. ആരാണ് ലൈംഗികതക്ക് അതിരുകൾ നിശ്ചയിച്ചത്? ആരാണ് എല്ലാത്തിനും അതിർവരമ്പുകൾ നിശ്ചയിച്ചത്? ഞങ്ങൾക്ക് ഫ്രീഡം വേണം,
ഞങ്ങൾക്ക് എല്ലാത്തിനും സ്വാതന്ത്ര്യം വേണം, ഞങ്ങൾക്ക് സമത്വം വേണം, എല്ലാത്തിനും തുല്യത വേണം, സമത്വം വേണം. ഇങ്ങനെയുള്ള ആശയങ്ങൾ പുതിയ തലമുറയിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്ന അപകടകരമായ ഒരു കാലത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയം പറയാനുള്ള കാരണം, വിശ്വാസി എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ മുസ്ലിം എന്നുള്ള നിലക്ക് അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് പറയാനാണ്. ഒന്നാമതായി, ആരാണ് ശരി തെറ്റുകൾ തീരുമാനിക്കേണ്ടത്? ശരിയും തെറ്റും തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം, അതിനുള്ള അധികാരം ആർക്കാണ് എന്നതാണ് മർമ്മപ്രധാനമായിട്ടുള്ള ചോദ്യം. ഈ ലിബറലിസ്റ്റുകൾ, ലിബറൽ ചിന്ത അല്ലെങ്കിൽ ലിബറൽ ഫിലോസഫേഴ്സ്, അതിന്റെ വക്താക്കള് ഈ എത്തിക്സിനെ അല്ലെങ്കിൽ മൊറാലിറ്റിയെ അവർ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിൽ പ്രാക്ടിക്കൽ എത്തിക്സ് എന്ന് പറയുന്ന ഡേവിഡ് സിംഗറിന്റെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം എത്തിക്സിനെ വരയ്ക്കുന്നതിൽ അദ്ദേഹം പറയുന്ന, അല്ലെങ്കിൽ മൊറാലിറ്റിയെ പരിചയപ്പെടുത്തുന്നതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ജനിക്കുന്ന കുട്ടി, ആ കുട്ടിക്ക് അംഗവൈകല്യം ഉണ്ട് എങ്കിൽ ആ കുട്ടിയെ കൊന്നുകളയണം. വളരെ മനോഹരമായ മൊറാലിറ്റി. ആ ജനിക്കുന്ന കുട്ടിക്ക് എന്തെങ്കിലും ശാരീരികമായ എന്തെങ്കിലും കുറവുകൾ ഉണ്ട് എങ്കിൽ ആ കുട്ടിയെ കൊന്നുകളയാം. എന്നിട്ട് നിങ്ങൾ അടുത്ത കുട്ടിയെ ഉണ്ടാക്കുക, നല്ല കുട്ടിയെ കൊണ്ടുവരാം. ഇതാണ് അവരുടെ മൊറാലിറ്റി എന്ന് പറഞ്ഞ ലിബറലിസത്തിന്റെ മൊറാലിറ്റി. ഇതാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആരാണ് ശരി തെറ്റുകൾ തീരുമാനിക്കേണ്ടത്? ആർക്കാണ് ശരി തെറ്റുകൾ തീരുമാനിക്കുന്നതിനുള്ള അധികാരം ഉള്ളത്? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്, ശരി തെറ്റുകൾ തീരുമാനിക്കാനും ഒരു വിശ്വാസിയുടെ ജീവിതത്തിനെ ശരിയായി കൊണ്ടുപോകാനുമുള്ള തീരുമാനമെടുക്കാനുള്ള അധികാരം അവനുക്കല്ല, അത് നമ്മുടെ എല്ലാം സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണെന്നുള്ളതാണ് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്. നമ്മൾക്കതിൽ യാതൊരു പങ്കുമില്ല, നമുക്കതിൽ യാതൊരു ഇടപെടാൻ ഒരു ചോയ്സും ഇല്ല. അത് പരിശുദ്ധ ഖുർആൻ വളരെ മനോഹരമായി, അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന സംഗതി ഈ ജീവിതത്തിന്റെ ആസ്വാദനങ്ങളെ അല്ലെങ്കിൽ ജീവിതത്തിന്റെ സുഖങ്ങളെ നിഷേധിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണോ ഇസ്ലാം? അതല്ല. ഇസ്ലാം എല്ലാത്തിനെയും കൂടി ഉൾക്കൊള്ളുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ഒരു സംഗതിയെ നമ്മൾക്ക് ഹറാമാക്കുന്നുണ്ട് എങ്കിൽ, നമ്മൾക്ക് വിലക്കേർപ്പെടുത്തുന്നുണ്ട് എങ്കിൽ, അതിന്റെ അപ്പുറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനപ്പുറം ഹലാലിന്റെ ഒരു വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നിടും. നമുക്ക് എന്തൊക്കെ ഹറാമാക്കിയിട്ടുണ്ടോ, നിങ്ങൾ ഇന്നിന്ന ഭക്ഷണങ്ങൾ കഴിക്കരുത്, ത്വയ്യിബായത് കഴിക്കാൻ പറഞ്ഞ് ഇപ്പുറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു വെച്ചിട്ടുണ്ട്. നജസായ സംഗതികൾ നിങ്ങൾ കഴിക്കരുത്, നല്ലത് ത്വയ്യിബ് നിങ്ങൾ കഴിക്കുക. നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ അപ്പുറത്ത് ആ ലൈംഗിക ബന്ധത്തിന് ഏർപ്പെടാൻ പറ്റുന്ന വിവാഹം എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു സംവിധാനം അല്ലാഹു ഇപ്പുറത്ത് ഹലാലാക്കി തന്നു. ഇസ്ലാം അങ്ങനെയാണ്. ഒരു സംഗതിക്ക് വിലക്കേർപ്പെടുത്തുന്നുണ്ട് എങ്കിൽ അപ്പുറത്ത് അതിനേക്കാൾ മനോഹരമായ ഒരു സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹലാലാക്കിയിട്ടോ. മനുഷ്യന്റെ ജീവിത ആസ്വാദനത്തെ പരിചയപ്പെടുത്തുന്ന, അല്ലെങ്കിൽ മനുഷ്യന് ഈ ഭൂമിയിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി തരുന്ന പരിശുദ്ധ ഖുർആനിലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സംഭവം, അത് മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംഭവം തന്നെയാണ്. നമ്മൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ആ സ്വർഗത്തിലേക്കും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതും അതിൽ നിന്ന് പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട ആഖ്യാനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സൃഷ്ടിച്ചു. ഒറ്റക്കല്ല സൃഷ്ടിച്ചത്, ഒറ്റക്ക് ജീവിക്കാൻ കഴിയില്ല. മനുഷ്യന് എപ്പോഴും ഒരു കൂട്ട്, ഒരു തുണ, അല്ലെങ്കിൽ ഒരു ഇണ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സൃഷ്ടിച്ചു. അതോടൊപ്പം ഒരു ഇണയായിക്കൊണ്ട് ഹവ്വയെയും കൂടി സൃഷ്ടിച്ചു. പണ്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമോട് പറയുകയാണ്, വഖുൽനാ യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്നത്ത്. ഏ ആദമേ, ഈ തോട്ടത്തില് നീയും നിന്റെ ഇണയും
പാർത്തുകൊള്ളുക, താമസിച്ചു കൊള്ളുക. വകുലാ മിൻഹാ റഅദൻ ഹൈസു ശിഅ്തുമാ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക, അല്ലെങ്കിൽ തിന്നുകൊള്ളുക. ആസ്വാദനത്തിൻ്റെതായ ഒരു വലിയ വിശാലമായ ഉള്ളൊരു കവാടം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ തുറന്നു വെക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വലാ തഖറബ ഹാദിഹി ശജറത ഫതകൂന മിനൽ ളാലിമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആശയം, വലാ തഖറബ ഹാദിഹി ശജറ, ഈ മരത്തിന്റെ അടുക്കിലേക്ക് മാത്രം നിങ്ങൾ അടുക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പഠിപ്പിക്കുന്നതാണ്. മനുഷ്യ, ഈ ഭൂമിയിൽ നിനക്ക് ആസ്വാദനത്തിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ള എല്ലാ സംഗതികളും ഈ ഭൂമിയിലുണ്ട്. പക്ഷെ അതോടൊപ്പം മൊറാലിറ്റിയുടെ അല്ലെങ്കിൽ എത്തിക്സിന്റെ ഒരു വര വരച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇതിനപ്പുറത്തേക്ക് നീ കടന്നു കഴിഞ്ഞാൽ, വലാ തഖറബ ഹാദിഹി ശജറ, ഈ മരത്തിലേക്ക് നീ അടുത്തു കഴിഞ്ഞാൽ നീ വീഴ്ച സംഭവിക്കുന്നവനാണ്, തെറ്റ് സംഭവിക്കുന്നവനാണ്. അപ്പൊ ഈ ഭൂമിയിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, ജീവിതം ആസ്വദിക്കാനുള്ള എല്ലാ വിഭവങ്ങളും ഇവിടെ ഉണ്ട്. പക്ഷെ നിങ്ങൾ തെറ്റിലേക്കുമുള്ള സാധ്യതയുണ്ട്. ആ തെറ്റിലേക്ക് നിങ്ങൾ വലാ തഖറബ, അടുക്ക പോലും ചെയ്യരുതെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ മനോഹരമായി കൊണ്ട് ഈ ജീവിതത്തെ ആസ്വദിക്കുന്നതിനുള്ള ഒരു സംഗതി പരിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം. നിങ്ങൾക്ക് ഹറാമല്ല, നമ്മൾക്ക് പലർക്കുള്ള തെറ്റിദ്ധാരണ ഇസ്ലാമിലെല്ലാം കൂടെ വിലക്കി വെച്ചേക്കാണ്. അല്ലെ, അതുകൊണ്ടല്ലേ നമ്മൾ ഇൻസ്റ്റാഗ്രാമൊക്കെ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികളുടെ വർത്തമാനം കേൾക്കാം, ഇസ്ലാമിന്റെ നിയമങ്ങൾ, ശരീഅത്ത് നിയമങ്ങൾ പുനഃസ്ഥാപിക്കാൻ അല്ലെങ്കിൽ മാറ്റി വരുത്തേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങളുടെയും ആണുങ്ങളുടെയൊക്കെ വർത്താനം അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ലൈക്കും കമന്റും ഷെയറൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടോ? ഇസ്ലാമിന്റെ നിയമങ്ങൾ, പെണ്ണുങ്ങൾക്ക് സമത്വമില്ല, ഫ്രീഡം ഇല്ല. എവിടെയാണോ മനുഷ്യര് ഫ്രീഡം ഉള്ളത്? ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് എന്ത് ഫ്രീഡം ഉള്ളത്? നമുക്ക് ഈ റോട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഈ റോട്ടിലെ നിയമങ്ങൾ പാലിക്കണം എന്ന് എനിക്ക് തോന്നിയ പോലെ വണ്ടി ഓടിച്ചു പോകാൻ പറ്റുമോ? അവിടെ ഈ ഗവൺമെന്റിൻ്റെതായിട്ടുള്ള ഒരു നിയമം നമ്മൾ പാലിക്കണ്ടേ? എനിക്ക് തോന്നിയതുപോലെ ഈ റോട്ടിലൂടെ വണ്ടി ഓടിച്ചു പോകാൻ പറ്റുമോ? അവിടെ ഒരു നിയമമില്ലേ? അവിടെ നമ്മുടെ ഫ്രീഡം ലംഘിക്കുകയല്ലേ ചെയ്യണത്. പരമമായ ഫ്രീഡം എന്ന് പറയുന്നത് ഒരു മനുഷ്യനും ഒരാൾക്കും സാധ്യമായിട്ടുള്ള സംഗതിയല്ല. പിന്നെ ഈ സമത്വം, ആണും പെണ്ണും അങ്ങനെ ഒന്നാവാം. അവര് ശാരീരികമായിട്ട് തന്നെ അവർ ഒരേപോലെയാണ്. അവരെ തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട്. അവരെ ചിന്താശേഷി, ബുദ്ധിശക്തി എല്ലാത്തിലും പല പല സമത്വം അല്ലെങ്കിൽ തുല്യത എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ല. അപ്പൊ ഇതൊക്കെ വേണമെന്ന് പറഞ്ഞ് വാദിച്ച് ഈ ലിബറൽ ആശയങ്ങളെ തലയിലേറ്റി നടക്കുന്ന ഒരു ജനതയാണ്, അല്ലെങ്കിൽ ഒരു യുവതലമുറയാണ്. അവർ പറയുന്നത് മൈ ബോഡി മൈ ചോയ്സ്, മൈ ബോഡി മൈ റൈറ്റ്. എന്റെ ശരീരം, എന്റെ ഇഷ്ടങ്ങൾ, എന്റെ ബോഡി, എന്റെ റൈറ്റ്സ്. ആരുടേതായി ബോഡി? ഈ ശരീരം എന്റേതാണോ? ഈ ശരീരം എന്റേതാണോ? നമ്മളൊന്ന് ചോദിച്ചു നോക്കാം. ഞാൻ ഈ കൊണ്ട് നടക്കുന്ന ഈ ശരീരം എന്റേതാണോ? എനിക്കെന്താണ് ഈ ശരീരത്തിന്മേലുള്ള അധികാരം? നമുക്കെന്ത് അധികാരമാണ് നമ്മുടെ ശരീരത്തിന് മുകളിലുള്ളത്? നമ്മുടെ ശരീരത്തെ വേദനിപ്പിക്കാൻ നമുക്ക് എന്തെങ്കിലും അധികാരം പടച്ചവൻ തന്നിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അല്ലദീ അഹ്സന കുല്ല ശൈഇൻ ഖലഖഹു വബദഅ ഖലഖൽ ഇൻസാന മിൻ തീൻ. എല്ലാത്തിനെയും സൃഷ്ടിച്ചത് ഞാനാണ്. കളിമണ്ണിൽ നിന്ന് മനുഷ്യ, നിന്നെയും സൃഷ്ടിച്ചത് ഞാനാണ്. ഈ മനുഷ്യന്റെ ശരീരത്തിന് മുകളിലുള്ള പരമമായ അധികാരം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്കിതിൽ സ്വാതന്ത്ര്യം, എനിക്ക് എന്റെ ചോയ്സ്, എന്റെ റൈറ്റ് അല്ലേ? എന്നിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ ഹൃദയത്തെ നമുക്ക് കൊണ്ടുനടക്കാൻ സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് നമ്മുടെ കണ്ണിങ്ങനെ മിടിക്കുമ്പോൾ ആ കണ്ണിന്റെ മിടിപ്പിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്? എന്താണ് നമ്മുടെ ഡൈജഷനെ, നമ്മുടെ ദഹന പ്രക്രിയയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്തത്? എന്റെ ബോഡിയല്ലേ, എന്റെ ബോഡി എന്തെങ്കിലും സാധിക്കാത്തത്? എന്താണ് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും അല്ലെങ്കിൽ ഉള്ളിൽ ആന്തരിക അവയവങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്തത്? മനുഷ്യ ശരീരത്തില് നമ്മൾ കണ്ണുകൊണ്ട് കാണുകയാണെങ്കിൽ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കൂല എന്നാണ് പറയുന്നത്. അത്രയും വലിയൊരു യുദ്ധം നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്ന ബാക്ടീരിയകളെയെല്ലാം തടഞ്ഞു നിർത്തുന്ന ആന്റിബോഡികൾ അവര് ചെയ്യുന്ന പ്രവർത്തനം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാര് പേടിച്ചോടുന്ന പറയുന്നത് സയൻസ്. അത്രയും വലിയൊരു സംവിധാനം ഇവിടെ നടക്കുന്നുണ്ട്. അതെന്താ എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത?
നമ്മുടെ ശരീരത്തിൽ പോലും, അല്ലെങ്കിൽ എന്റെ ബോഡി, എന്റെ തീരുമാനം എടുക്കാനുള്ള കഴിവ് മനുഷ്യനില്ല. അത് പരമമായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ് ഉള്ളത് എന്നാണ് ഈ ദീൻ പഠിപ്പിക്കുന്നത്. അതിനാൽ ഈ ഒരു ആശയം, ലിബറലിസം എന്ന് പറയുന്ന അതിഭീകരമായിട്ടുള്ള ഈ ഒരു ആശയം ന്യൂ ജനറേഷനെ എങ്ങനെ ബാധിച്ചു എന്ന് പറയുന്ന കണക്കുകൾ വാഷിംഗ്ടണിലെ പ്യൂ റിസർച്ച് സെന്റർ നടത്തിയ ഒരു പഠനത്തിൽ അവർ പറയുന്നത് 1960-കളില് 18-നും 29-നും വയസ്സ് പ്രായമുള്ള ആളുകളില് അധികം ആളുകളും, ഒരുപാട് ആളുകള് അവര് വിവാഹിതരായിരുന്നു എന്നാണ്. പക്ഷെ 2011-ലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആകെ 20% ആളുകളെ ഈ ഒരു പ്രായത്തിന്റെ ഉള്ളിൽ വിവാഹിതരായിട്ടുള്ളൂ എന്നാണ്. അൽ ജസീറ ഇപ്പൊ ഈ അടുത്ത് നടത്തിയ ഒരു റിപ്പോർട്ടിൽ, അവരുടെ വെബ്സൈറ്റിൽ അവരൊരു പോള് നടത്തി. അതിന് 18-നും 29-നും വയസ്സിന് ഇടയിൽ വിവാഹം നടത്തിയ, അല്ലെങ്കിൽ വിവാഹം കഴിച്ച ആളുകളുടെ കണക്ക് പറയുന്നത്, വിവാഹം കഴിക്കാത്ത ആളുകളുടെ കണക്ക് പറയുന്നത് ലോകത്തിൽ 64% ആളുകളും അവിവാഹിതരായിക്കൊണ്ടാണ് നടക്കുന്നത് എന്നാണ്. ഈ ഒരു ആശയം ഉണ്ടാക്കിയെടുത്തൊരു സംഗതിയാണ്. ഈ ഒരു ആശയത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് അറിയുമോ? കുടുംബ സംവിധാനങ്ങളെ നശിപ്പിച്ചു കളയാന്നുള്ളതാണ്. കാരണം ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ലോകത്ത് ഒരുപാട് ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയായിരിക്കും കുരിശ് യുദ്ധങ്ങൾ, ക്രൂസൈഡ്സ്. കുരിശ് യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്ന യുദ്ധങ്ങൾ നടന്നത് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് മനസ്സിലായി ഇസ്ലാമിനെ തകർക്കാൻ സാധിക്കില്ല എന്ന്. അതിനവർ മറ്റൊന്ന് തീരുമാനിച്ചത്, വൈജ്ഞാനികമായി ഇസ്ലാമിന്റെ ശേഷി നശിപ്പിച്ചു കളയാം. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പവർ വൈജ്ഞാനികമായിട്ടുള്ള ശക്തിയാണ്. അത് നശിപ്പിച്ചു കളയാൻ വേണ്ടി അവർ ഓറിയന്റലിസം എന്ന് പറയുന്ന ഒരു സംഗതി കൊണ്ടുവന്നു. അതിലൂടെയും ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി അവർ ശ്രമങ്ങൾ നടത്തി. എന്നിട്ടും തകർന്നില്ല. അവർ മനസ്സിലാക്കി ഇസ്ലാമിന്റെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് കുടുംബങ്ങളാണ്. ഈ കുടുംബ സംവിധാനങ്ങളെ നശിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇസ്ലാമിനെ ലോകത്ത് നിന്ന് നശിപ്പിച്ച് കളയാമെന്ന് അവർ മനസ്സിലാക്കി. അതിന്റെ ഭാഗമായിട്ടാണ് ഇതുപോലെയുള്ള ആശയങ്ങൾ ലോകത്തിലേക്ക് അവർ പടച്ചു വിടുന്നത്. അതിനെ ഏറ്റവും അധികം ഏറ്റെടുക്കുന്നത്, സങ്കടകരമെന്ന് പറയട്ടെ, നമ്മുടെ ഉമ്മത്തിലെ വിദ്യാർത്ഥികളും പുതിയ തലമുറയുമാണ് ഇതുപോലെയുള്ള ആശയങ്ങളെ ഏറ്റവും അധികം ഏറ്റെടുക്കുന്നത് എന്ന് വേണം നാം ഭയപ്പെടാൻ. ജാസിമുൽ മുത്തവ അദ്ദേഹത്തിന്റെ ഒരു ലേഖനത്തിൽ അദ്ദേഹം ഒരു പെൺകുട്ടിയുമായി നടത്തിയ ഒരു അഭിമുഖം പറയുന്നുണ്ട്. ആ പെൺകുട്ടി കൗൺസിലിംഗ് ആണ്. ആ പെൺകുട്ടി പറയുന്നത് ലിവിങ് ടുഗദർ ആണ് നല്ലത്, വിവാഹം അതൊരു അടിമപ്പണിയാണ്. വിവാഹം എന്ന് പറയുന്ന ഒരു സംഗതി അടിമപ്പണിയാണ്. ആ പുരുഷന്റെ കീഴിൽ പുരുഷൻ പറയുന്നതെല്ലാം കേട്ടിങ്ങനെ ജീവിക്കണം. ലിവിങ് ടുഗദർ ആവുമ്പോൾ ഞങ്ങളുടെ ഇഷ്ടത്തിനും ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിനും അവിടെ പങ്കുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു പെൺകുട്ടി അങ്ങനെ പറയണമെങ്കിൽ ആ പെൺകുട്ടി കണ്ട ജീവിതം അതായിരിക്കും. നമ്മുടെ മക്കള് വിവാഹം വേണ്ട, വിവാഹമില്ലാത്ത ഒരു സംഗതി മതി എന്ന് പറയുന്നുണ്ട് എങ്കിൽ അവര് കാണുന്നത് അതായത് കൊണ്ടാണ്. നമ്മൾ അവരെ കുറ്റം പറയാൻ പറ്റില്ല. എവിടെയാണ് നല്ലൊരു കുടുംബ സംവിധാനം നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റാം? ഏത് മക്കൾക്കാണ് നല്ലൊരു കുടുംബ ജീവിതം കാണിച്ചു കൊടുക്കാൻ പറ്റാം? നമ്മൾ സ്വന്തത്തോട് ചോദിച്ചാൽ മതി. എന്റെ മക്കൾ കണ്ടു വളരുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കുടുംബ സംവിധാനമാണോ എന്ന് നമ്മളൊന്ന് ചോദിച്ചു നോക്കാം. അവര് കാണുന്നത് തല്ലുകൂടുന്നതും ഒച്ചയുണ്ടാക്കുന്നതും ബഹളം വെക്കുന്നതുമായിട്ടുള്ള ഒരു സംവിധാനമാണ്. അവർക്കുണ്ടാവൂലേ ആഗ്രഹങ്ങളും ആശകളൊക്കെ? അവർ പേടിക്കും. അവര് സ്വാഭാവികമായി ചിന്തിക്കും, ഇതൊരു അടിമപ്പണിയാണ് എന്ന് പെൺകുട്ടികൾ ചിന്തിച്ചു പോകും. ആ രീതിയിലേക്ക് നമ്മുടെ കുടുംബങ്ങൾ മാറിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ ഒരു ജീവിയെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. മസലുൽ ലദീന ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയാഅ കമസലിൽ അൻകബൂത്ത് ഇത്തഖദൂ ബൈതൻ വഇന്ന ഔഹനൽ ബുയൂതി ലബൈതുൽ അൻകബൂത്ത്. ഒരു എട്ടുകാലിയുടെ കുടുംബം. പരിശുദ്ധ ഖുർആൻ എട്ടുകാലിയുടെ കുടുംബമാണ് കുടുംബങ്ങളിൽ ഏറ്റവും മോശമായത് എന്ന് പരിചയപ്പെടുത്തുന്നു.
എന്താണ് എട്ടുകാലിയുടെ കുടുംബത്തിന്റെ പ്രത്യേകത? കുറെ എട്ടുകാലി എണ ചേർന്ന് മുട്ടയിട്ട് കഴിഞ്ഞാല് പെണ്ണെട്ടുകാലി ആണെട്ടുകാലിയെ കൊന്നുകളയും. അങ്ങനെ ഈ വയറ്റില് ഒരു എട്ടുകാലിയുടെ മുട്ടയില് 100 മുതൽ 110 എട്ടുകാലി കുഞ്ഞുങ്ങളാണ് ഉണ്ടാകുക. ഇവ പരസ്പരം തമ്മിൽ തല്ലി പുറത്തു വരുന്നത് 4 or 5 എട്ടുകാലികളാണ്. ബാക്കിയുള്ള എട്ടുകാലികൾ വയറിന്റെ ഉള്ളിൽ തന്നെ വെച്ച് തമ്മിൽ തല്ലി തീരും. ഇനി 4 or 5 എട്ടുകാലികൾ പുറത്തു വരുന്നത്, ആ പുറത്തു വരുന്നതിന് മുമ്പായിട്ട് സ്വന്തം മാതാവിന്റെ രക്തം ഊറ്റിക്കുടിച്ച് മാതാവിനെ കൊന്നുകൊണ്ടാണ് ഈ എട്ടുകാലികൾ പുറത്തു വരുന്നത്. ഇതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഇന്ന ഔഹനൽ ബുയൂത ലബൈതുൽ അൻകബൂത്ത്, ഏറ്റവും മോശമായിട്ടുള്ള കുടുംബം എട്ടുകാലിയുടെ. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ ഇതുപോലെയുള്ള കുടുംബങ്ങളാണ്. മക്കൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ള കുടുംബ സംവിധാനങ്ങളാണ്. മാതാവ് കറി വിളമ്പിയില്ല എന്ന് പറഞ്ഞ് മാതാവിനെ കുത്തിക്കൊന്ന് കുഴിച്ചു മൂടിയ കേരളം, ഭാര്യയെ പാമ്പിനെ വെച്ച് കടിപ്പിച്ചു കൊന്ന നമ്മുടെ നാട്, ഭർത്താവിനെ കൊല്ലുന്ന നാട്, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണോ നമ്മുടെ അടുത്ത തലമുറക്ക് ഈ വിവാഹം എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള ഈ സങ്കല്പത്തിലേക്ക് എത്താൻ സാധിക്കാം? പരിശുദ്ധ ഖുർആൻ പറയുന്നത് നിങ്ങളുടെ കുടുംബത്തിന്റെ അടിസ്ഥാനം ശരിയല്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ കുടുംബത്തിന്റെ അടിസ്ഥാനം എന്താ? നമ്മളൊരു സംഗതി, ഒരു വിവാഹം ആലോചിക്കുമ്പോൾ ആദ്യം നോക്കെന്താ? ആലോചിച്ച് നോക്ക്. നല്ല ജോലി, നല്ല സമ്പത്ത്, നല്ല കുടുംബം, അതാണെങ്കിൽ പിടിച്ചു കെട്ടിക്കും. നല്ല വലിയ ഗംഭീരമായിട്ടുള്ള കല്യാണങ്ങളൊക്കെ ഇന്ന് നടക്കും. നമ്മൾ കാണാൻ പറ്റും. വലിയ കോടികളൊക്കെ മുടക്കിയിട്ടുള്ള കല്യാണങ്ങളായിരിക്കും. ചിലപ്പോൾ 1 മാസം കഴിയുമ്പോൾ കേൾക്കാം ആ ബന്ധം അവസാനിച്ചു കിട്ടും, ആ ബന്ധം അവിടെ വെച്ച് പിരിഞ്ഞു കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് യാ അയ്യുഹന്നാസ് തഖൂ റബ്ബകും അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, നിങ്ങൾ ഒരേ നഫ്സിൽ നിന്ന് സൃഷ്ടിച്ച അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. വഖലഖ മിൻഹാ സൗജഹാ വബഥ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ, നിങ്ങളുടെ കുടുംബത്തിന്റെ അടിസ്ഥാനം അല്ലാഹു ആയിരിക്കണം, ദീൻ ആയിരിക്കണം എന്ന് ഈ ദീൻ പഠിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹ അന്വേഷണത്തിന്റെ അടിസ്ഥാനമായി പറയുന്നത് നകഹത്തുൽ മർഅത ലിഅർബഅത്തിൻ, നിങ്ങൾ ഈ 4 കാര്യങ്ങളെ വിവാഹത്തിന്റെ അടിസ്ഥാനപരമായി നിങ്ങൾ നോക്കണം. ലിമാലിഹാ വലിഹസബിഹാ വലിജമാലിഹാ വലിദീനിഹാ, നിങ്ങളെ സമ്പത്ത് നോക്കണം, കുടുംബ മഹിമ നോക്കണം, അവരുടെ സൗന്ദര്യം നോക്കണം. ഫൾഫർ ബിദാത്തിദ്ദീൻ തർതീബുൽ ബിഹാദ, നിങ്ങൾ അടിസ്ഥാനപരമായി മറ്റു സംഗതികളെക്കാളും ആദ്യമായി നോക്കേണ്ടത് ദീനാണ്. ദീനുള്ള പെണ്ണാണോ കെട്ടിക്കോ, ദീനുള്ള പുരുഷനാണോ കെട്ടിക്കോ എന്നാണ്, വിവാഹം നടത്തിക്കൊടുത്തോ എന്നാണ് ഈ ദീൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ദീൻ എന്ന് പറയുന്ന സംഗതി നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നശിച്ചു എന്നതാണ് നമ്മുടെ കുടുംബങ്ങൾ തകരുന്നതിനുള്ള ഏറ്റവും വലിയ കാരണമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലാ തജഅലു ബുയൂതകും ഖുബൂറൻ, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ഖബറുകളാക്കി മാറ്റരുത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതുകൊണ്ടാണ്. നമ്മുടെ കുടുംബങ്ങളിൽ ഈ ദീൻ എന്ന് പറയുന്ന സംഗതി ഇല്ല. ദീനുള്ള ഒരാളാണ് എങ്കിൽ നമ്മുടെ ഭാര്യയോട് നമ്മൾ മോശമായി പെരുമാറില്ല. അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നമ്മൾ പറയാം നമ്മളിൽ ഏറ്റവും നല്ല ആളാരാണ്? നന്നായിട്ട് സ്വതക്ക ചെയ്യുന്ന, നല്ലതായിട്ട് നമസ്കരിക്കുന്ന, പള്ളിക്കാര്യങ്ങളിലും മറ്റു സാമൂഹിക കാര്യങ്ങളിലും പുറത്തുള്ള ആളുകളൊക്കെ ആയിട്ട് നന്നായിട്ട് ഇടപെടുന്ന ആളാണ് നമ്മൾ പൊതുവെ നല്ല മനുഷ്യൻ എന്നറിയപ്പെടാം. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തിരുത്തിക്കൊണ്ടാണ് പറഞ്ഞത്, ഖിയാറുക്കും ഖിയാറുക്കും ലിഅഹ്ലിക്കും, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നന്നായിട്ട് പെരുമാറുന്നവനാണ് ഏറ്റവും ഉത്തമൻ എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ഈ ഒരു അവസ്ഥയെ, ഈ അപകടകരമായ ഈ ഒരു അവസ്ഥയെ തരണം ചെയ്ത് ഇസ്ലാമിന്റെ കുടുംബ സംവിധാനത്തിനെ ദീനിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കണം. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ഖുതുബകളിൽ നമുക്കതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ചർച്ച ചെയ്യാം. കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കി കാര്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാനിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഗഫൂറുർ റഹീം.
الحمد لله الكريم المعبود أشهد أن لا إله إلا الله الرحيم المحمود يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയിലധിഷ്ഠിതമായ ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. തണലാണ് കുടുംബം എന്ന് പറയുന്ന നമ്മുടെ ക്യാമ്പയിൻ നമ്മുടെ കുടുംബ സംവിധാനങ്ങളെ ദീനിന്റെ അടിസ്ഥാനത്തിൽ മനോഹരമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നടക്കുന്ന ഒരു ക്യാമ്പയിനാണ്. മുൻ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ തകർന്നുകൊണ്ടിരിക്കുന്ന ഈ കുടുംബത്തെ, ഈ കുടുംബ സംവിധാനത്തെ നമുക്ക് ഒന്നിച്ചു നിന്നുകൊണ്ട് വേണം പുനഃസ്ഥാപിക്കാൻ. ദീനിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹുവും റസൂലും പഠിപ്പിച്ച അധ്യാപനങ്ങൾ അനുസരിച്ച് നമ്മുടെ കുടുംബ സംവിധാനങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിനുള്ള ക്യാമ്പയിനാണ് നമ്മൾ നടത്തുന്നത്. ഇൻഷാ അല്ലാഹ് തുടർന്ന് ഒരുപാട് പരിപാടികൾ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. എല്ലാ പരിപാടികളിലും നമ്മുടെ കുടുംബത്തിന്റെയും സാന്നിധ്യം ഉറപ്പുവരുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. വാപ്പയും ഉമ്മയും മാത്രമല്ല കുടുംബത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്, മക്കളും കൂടി ആ കുടുംബത്തിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ പരിപാടികളെ നമ്മൾ സമീപിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല കുടുംബ സംവിധാനം ഉണ്ടാക്കി തീർക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ലോകത്തും അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിലും നമ്മളെ ഈ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന എല്ലാ വീഴ്ചകളും പുറത്ത് നാളെ അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ ഒരുപാട് ആളുകൾ രോഗം കൊണ്ടും മറ്റും മാനസികമായും ശാരീരികമായും എല്ലാം പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ പ്രയാസങ്ങളും ഇത്രയും പെട്ടെന്ന് ദൂരീകരിക്കുമാറാകട്ടെ. اللهم ارض عن شرف الخلفاء الراشدين المهديين وعن بقية أصحاب رسولك أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأواهم. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم انصر المسلمين في كل مكان، اللهم انصر المسلمين في العزة، اللهم انصر إخواننا في عزة. اللهم ربنا تقبل منا إنك أنت السميع العليم. آمين آمين برحمتك يا أرحم الراحمين. أقم الصلاة.